Hello, very good evening to one and all gathered here. First, let me introduce myself to you. My name is Hazana and I'll be one of your subject tutor in biology. Welcome to 90 plus PCM model tuition, personalized chapter model tuition. This is our exam special material discussion class. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിന്റെ കുറച്ച് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ സെഷനിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ ഇന്ന് ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? We are going to discuss a chapter. See, chapter are home, earth a unique life sustaining planet. So ഈ ചാപ്റ്ററിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും we are going to discuss in this particular session. For like we know that right, നമ്മുടെ എക്സാം ഓറിയന്റഡ് പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. So there will be having MCQ questions, assertion and reasoning questions, different types of essay questions, case study questions like that, right? So we are going to discuss some of the important 4 questions related to that particular section. So I hope you are ready. സോ ഓൾറെഡി നിങ്ങൾ നമ്മുടെ പ്രീവിയസ് സെഷൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്ത് നമ്മുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കാം പകുതി പേരോ അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നവരെ. ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ചും കൂടെ എക്സാം ഓറിയന്റഡ്ലി പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട് ട്രസ്റ്റ് ദിസ് സെഷൻ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സി, കമ്മിങ് ടു സർട്ടൻ MCQ ക്വസ്റ്റ്യൻസ് ദാറ്റ് മൈറ്റ് ബി ആസ്കിംഗ് ഫോർ ദിസ് ചാപ്റ്റർ. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what makes Earth position in the solar system ideal for supporting life? So നമുക്കറിയാലേ നമ്മുടെ solar system one of the planet ആണ് Earth in which we survive. So in the Earth position which is most ideal, ഈ പറഞ്ഞ ഓപ്ഷൻസിൽ കറക്റ്റ് ഐഡിയൽ ഓപ്ഷൻ, ഐഡിയൽ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. What makes Earth's position in the solar system ideal? എർത്തിന്റെ പൊസിഷൻ സപ്പോർട്ടിംഗ് ലൈഫിന് വേണ്ടിയിട്ട് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഐഡിയൽ ആയി എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. ഇറ്റ് ഇസ് ക്ലോസസ്റ്റ് പ്ലാനറ്റ് ടു ദ സൺ. ആണോ മക്കളെ? ക്ലോസസ്റ്റ് പ്ലാനറ്റ് ടു ദ സൺ ആണോ അത്? അല്ല. ഇറ്റ് ലൈസ് ഇൻ ഹാബിറ്റബിൾ സോൺ അലോയിങ് ലിക്വിഡ് വാട്ടർ. ഇല്ലേ, അലോയിങ് ലിക്വിഡ് വാട്ടർ, ദാറ്റ് ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, റൈറ്റ്? ഇറ്റ് ലൈസ് ഇൻ എ ഹാബിറ്റബിൾ സോൺ അലോയിങ് ലിക്വിഡ് വാട്ടർ. It has a strong magnetic field in the solar system. No, right? It doesn't make any sense. And it has no atmosphere. Atmosphere ഇല്ലേ നമ്മുടെ എർത്തിന്? നമുക്ക് എർത്തിന് അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ. സോ ആ ഓപ്ഷൻ തെറ്റാണ്. So option B will be the correct answer. It lies in habitable zone allowing liquid water. Very, very important. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Coming to our second question. Why is Venus the hottest planet in our solar system? നമ്മുടെ solar system ഏറ്റവും ഹോട്ടസ്റ്റ് പ്ലാനറ്റ് വീനസ് ആണ്. നമ്മൾ പഠിച്ചതല്ലേ? എന്തുകൊണ്ടായിരുന്നു മക്കളെ വീനസ് is considered as the hottest planet? It is closest to sun. ആണോ? It is closest to sun ആണോ? അല്ല, മെർക്കുറി ആണ് അല്ലേ closest to sun. So it is not closest to sun. It has a thick atmosphere causing strong greenhouse effect. അതാണല്ലേ കറക്റ്റ് ആൻസർ. നമ്മൾ പഠിച്ചതാ. It has thick atmosphere. thick atmosphere ഉണ്ട്, causing a strong greenhouse effect. എന്തായിരുന്നു മക്കളെ greenhouse effect? നമ്മുടെ എർത്തിന് വാം ആക്കി വെക്കാൻ നമ്മുടെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന സർട്ടൻ ഗ്യാസസ് ഉണ്ടായിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു ഗ്രീൻ ഹൗസ് ഗ്യാസസ്? ഓർമ്മയുണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, വാട്ടർ വേപ്പർ, ഇതെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിരുന്നു അല്ലെ. നമ്മുടെ എർത്തിനെ വാം ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എർത്ത് നാച്ചുറലി എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫിനോമിനൻ ആണ് ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലെ. സി, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഇറ്റ് ഹാസ് നോ മാഗ്നറ്റിക് ഫീൽഡ് അല്ല. ഇറ്റ് ഹാസ് ലിക്വിഡ് വാട്ടർ ഓൺ സർഫസും അല്ല. ഓപ്ഷൻ ബി, ഇറ്റ് ഹാസ് thick atmosphere causing a strong greenhouse effect. Very, very important. So why is Venus considered as the hottest planet in the solar system, dear? It has a thick atmosphere causing a strong greenhouse effect. Very, very important. Clear alle? Continue ചെയ്യാം നമുക്ക്. Okay. Coming to question number 3. The range of distance from a star where water can exist in liquid form is called. ലിക്വിഡ് ഫോമിൽ എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ റേഞ്ചും നമ്മുടെ സ്റ്റാറും തമ്മിലുള്ള പെർട്ടിക്കുലർ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ്. The range of distance from a star where water can exist in liquid form is called. Ecosphere ആണോ? അല്ല. മാഗ്നറ്റിക് സോൺ ആണോ? അല്ല. Habitable or Goldilocks zone ആണോ? That is the correct answer, right? Goldilocks zone, habitable or Goldilocks zone is the correct answer. Also, there is not the correct answer. So the range of distance from a star where water can exist in a liquid form is called habitable.
Habitable zone or Goldilocks zone? Very, very important. Habitable zone or Goldilocks zone is the correct answer. Clear, dear? Shall we continue? Yes. Coming to question number 4. The earth looks blue from space. നമുക്കറിയില്ല, നമ്മൾ എപ്പോഴും എർത്തൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ബ്ലൂ കളേഴ്സ് യൂസ് ചെയ്യുക. Why? The earth looks blue from space. The earth looks blue from space because എന്താ അതിന്റെ കറക്റ്റ് റീസൺ എന്ന് നോക്കാം നമുക്ക്. It has oxygen in the atmosphere. ഓക്സിജൻ ഉള്ളതുകൊണ്ടാണോ മക്കളെ? അല്ല, അല്ലെ? അവർക്ക് ഡെൻസ് ഫോറസ്റ്റ് ഉള്ളതുകൊണ്ടാണോ? ഡെൻസ് ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഗ്രീൻ കളറിലാണോ കാണുന്നത്? അല്ല, അല്ലെ? It reflects blue light only. അതുമല്ല, അല്ലെ? So what is the correct answer? Option B, അല്ലെ? Most of its surface is covered with water. Most of its surface is covered with water. That is why the earth looks blue from space. The earth looks blue from space because most of its surface is covered with the water. Very, very important. Clear ആണോ? Okay. Now coming to our question number 5. See, which of the following helps protect Earth? Which of the following helps protect Earth from harmful solar, wind and cosmic rays? So which of the following will help there? Which helps to protect Earth from harmful solar, wind and cosmic rays? Harmful solar wind നിന്നും cosmic rays നിന്നും ഒക്കെ നമ്മുടെ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാ? See, ഓസോൺ ലെയർ ആണോ, ക്ലൗഡ്സ് ആണോ, എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? ഓസോൺ ലെയർ അല്ല, അല്ലെ? ഓസോൺ ലെയർ വിൽ പ്രൊട്ടക്ട് us from harmful UV radiations from the sun. ക്ലൗഡ്സ് ആണോ മക്കളെ? ക്ലൗഡ്സും അല്ല. എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് is the correct answer. So option C, earth magnetic field is the correct answer. So which of the following helps to protect earth from harmful solar, wind and cosmic rays? Earth magnetic field. Earth magnetic field is the correct answer. Okay. Coming to question number 6. Which part of the atmosphere prevents harmful ultraviolet rays from reaching the earth's surface? So which part of the atmosphere? ഏത് പാർട്ടായിരുന്നു? Which part of the atmosphere prevents harmful ultraviolet rays from reaching the sun's surface? Reaching the earth's surface. ഇല്ലേ? ആരായിരുന്നു മക്കളെ നമ്മുടെ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ആരായിരുന്നു? It is ozone layer, അല്ലേ? It is ozone layer. Option C, ozone layer is the correct answer. And it is present in which part? Which part of atmosphere? It is stratosphere. Stratosphere laanale ozone ulladu. Stratosphere, very, very important. So who will prevent harmful rays from reaching the earth's surface? It is ozone layer. Very, very important. Okay. Coming to question number 7. The solid part of the earth. The solid part of the earth consists of rocks, soil and minerals is called. The solid part of the earth എന്താണ് നമ്മൾ വിളിക്കുന്ന? ഹൈഡ്രോസ്ഫിയർ ആണോ? അല്ല, അല്ലേ? ഹൈഡ്രോസ്ഫിയർ is the water containing part. വാട്ടർ ഹോൾഡിംഗ് പാർട്ടിനെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് വിളിച്ചത്. അറ്റ്മോസ്ഫിയർ ആരാ മക്കളെ? എയർ കണ്ടെയ്നിങ് പാർട്ടാണ്. ആരാ മക്കളെ ബയോസ്ഫിയർ എന്ന് വെച്ചാൽ? ബയോസ്ഫിയർ ഇസ് ദ പ്ലേസ് വെയർ ലിവിംഗ് ഓർഗാനിസം എക്സിസ്റ്റ്, അല്ലേ? ലിവിംഗ് ലൈഫ് ഉള്ള ഏരിയ ആണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് വിളിച്ചത്. അപ്പം ജിയോസ്ഫിയർ അല്ലേ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്? യെസ്, ഓപ്ഷൻ സി, ജിയോസ്ഫിയർ ഇസ് ദ കറക്റ്റ് ആൻസർ. ദ സോളിഡ് പാർട്ട് ഓഫ് ദ എർത്ത് കൺസിസ്റ്റിംഗ് ഓഫ് റോക്സ്, സോയിൽസ് ആൻഡ് മിനറൽസ് ഇസ് കോൾഡ് ജിയോസ്ഫിയർ. വെരി, വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ എർത്തിന്റെ കമ്പോണൻസ് ഒക്കെ പഠിച്ചതല്ലേ? പാർട്സ്, അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചതല്ലേ? ഓക്കെ. Now coming to question number 8. The Paris Agreement. The Paris Agreement 2015 aim to. നമ്മൾ പഠിച്ചതില്ലേ different types of laws to protect our earth. അതിൽ Paris Agreement 2015 the main aim എന്തായിരുന്നു? Reducing plastic wastage ആണോ? അല്ല. Protect endangered species ആണോ? അതുമല്ല. Stop deforestation ആണോ? അല്ല, അല്ലേ? What was the main aim of Paris Agreement in 2015 years? Yes, to limit global warming below 1.5 degrees Celsius. Very, very important. So the Paris Agreement in 2015 aimed to limit global warming below 1.5 degrees Celsius. It will help to limit global warming below 1.5 degrees Celsius. Am I clear? Clear alle? Okay, fine. Now coming to the next question. Which of the following is not the part of triple planetary crisis? നമ്മൾ പഠിച്ചതല്ലേ ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? നോട്ട്.
you have to read the question multiple times. Then only you are able to understand what they are exactly asking. Okay, which of the following is not a part? Not a part. I repeat, not a part. Climate change ആണ്, biodiversity loss ആണ്, pollution ആണ്. All these are triple planetary crisis, right? Triple means main three planetary crisis. Climate change, biodiversity loss, pollution. So not the part is earthquake. Option D, earthquake is the correct answer. So which of the following is not a part of triple planetary crisis? Yes, it is earthquake. Earthquake will be the correct answer. Okay. Coming to our question number 10. See, which of the following is an example for asexual reproduction? What is the example for asexual reproduction, dears? What is asexual reproduction? There are two types of reproduction: sexual reproduction and asexual reproduction. And asexual reproduction only one parent is involved. Sexually reproducing organisms. Sexual reproduction, asexual reproduction example pollination in plants. Pollination എന്താണെന്നുള്ളത് ഓർമ്മയുണ്ടോ മക്കൾക്ക്? ട്രാൻസ്ഫർ ഓഫ് pollen grains from anther to stigma. ഈ ആന്തറും സ്റ്റിഗ്മയും ഒക്കെ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്സ് അല്ലേ? അവിടെ ഇപ്പൊ മെയിൽ ആൻഡ് ഫീമെയിൽ വരുന്നുണ്ട് അല്ലെ? രണ്ട് പാർട്സ് ഇൻവോൾവ് ആവുന്നുണ്ട്. സോ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും ഇല്ലേ? സൈഗോട്ട് ഫോർമേഷൻ ഉണ്ടാവും. സോ ദാറ്റ് ഇസ് നോട്ട് എൻ asexual reproduction, it is sexual reproduction. ഇത് sexual reproduction ആണ്. ബഡ്ഡിംഗ് ഇൻ ഹൈഡ്ര, നമ്മൾ പഠിച്ചതല്ലേ ഹൈഡ്ര? ബഡ്ഡിംഗ് ഇൻ ഹൈഡ്ര. ഇതുപോലൊരു ഹൈഡ്ര എന്താ ചെയ്യുക? ഹൈഡ്രയ്ക്ക് ഇതുപോലൊരു ബഡ് ഫോം ആവും. ആൻഡ് അറ്റ് മെച്യൂരിറ്റി ദേ ഡിറ്റാച്ച് ടു ഫോം ന്യൂ ഹൈഡ്ര അല്ലെ? They will detach to form the new hydra. So there is only one parent is involving, right? Only one parent is involving, and there is no fertilization, no fusion of gametes, and no formation of zygote. അവിടെ ഒരൊറ്റ parent അല്ലേ ഉള്ളൂ. Hence that is asexual reproduction. Fertilization in humans അല്ലാതെ sexual ആണ്. Seed dispersal by birds is also considered as a means of sexual reproduction. So budding in hydra is the correct answer. It is one of the major examples for asexual reproduction. We'll discuss more about asexual and sexual reproduction in a bit. Okay, so that is all about our MCQ. Makaki MCQs clear ആണെന്ന് വിചാരിക്കുകയാണ്. You have to go through the other options as well. So ഇപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് ഇരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം മേ ബി നിങ്ങൾക്ക് എന്ത് വരിക ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ഏതെങ്കിലും എക്സാംസിന് വരാം. So you have to follow the options, then you have to choose the appropriate one. Clear, dears? Shall we continue? Okay. Now coming to our next session, which is assertion and reasoning questions. Important ആണല്ലേ assertion and reasoning questions. നോക്കാം നമുക്ക് ഓൾറെഡി അതിന്റെ റൂൾസ് അറിയാം അല്ലെ? നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തരും. One will be the assertion statement and the reason statement. Then you have to go through these four options and find which is the appropriate one for the both of the statements. നോക്കാം നമുക്ക്. ഓപ്ഷൻ എ എന്താ മക്കളെ? Both A and R, assertionും reasonും ട്രൂ ആയിരിക്കും and R is the correct explanation of A. ഫോർ എക്സാമ്പിൾ രണ്ടുപേരും തമ്മിൽ ഒരു പെർട്ടിക്കുലർ റിലേഷൻ ഉണ്ട് അല്ലെ? അസേർഷനെ കറക്റ്റ് അത് അസേർഷൻ ആക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് താഴെ എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ. ഇഫ് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്, ബട്ട് സ്റ്റിൽ ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. രണ്ടും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, പക്ഷെ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദ ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ ബി. Both A and R are true and R is not the correct explanation of A. ഇനി ഓപ്ഷൻ സി എന്താ? അസേർഷൻ സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് ബട്ട് റീസൺ ഇസ് ഫോൾസ്. അസേർഷൻ കറക്റ്റ് ആണ്, പക്ഷെ റീസൺ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്. അത് തെറ്റാണ്. അസേർഷൻ ആണ് കറക്റ്റ്. ദെൻ ഡി ആണെങ്കിലോ മക്കളെ, അസേർഷൻ ഫോൾസ് ആണ് ബട്ട് റീസൺ ഇസ് ട്രൂ. അസേർഷൻ ഫോൾസ് ആണ് ബട്ട് റീസൺ വിൽ ബി ട്രൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലോ? ഓക്കെ. Coming to the question number 11. See, Earth is the only planet in the solar system known to support life. Earth is the only planet. അല്ലെ? വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ ആൾതാമസം ഉണ്ടോ? ഇതുവരെയും ഇല്ല അല്ലെ? ബട്ട് ഇൻ ഫ്യൂച്ചർ മേ ബി നമുക്കത് വരാം. ഇപ്പൊ റിസർച്ചസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? Earth is the only planet in solar system known to support life. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? Yes, that is the correct statement. Right? So Earth is the only planet in the solar system known to support life. ഇനി റീസൺ സ്റ്റേറ്റ്മെന്റ് നോക്കാം നമുക്ക്. Earth's position in the habitable zone. Habitable zone allows liquid water to exit, which is essential for life. അത് കറക്റ്റ് ആണോ മക്കളെ? എർത്തിന്റെ പൊസിഷൻ കറക്റ്റ് ഹാബിറ്റബിൾ സോണിലാണ്.
It will allows liquid water. നമുക്ക് liquid water ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ. Every living organisms need water for their survival അല്ലേ? So this statement is also correct. ഇപ്പൊ നമുക്കൊരു ഡിലെമ ആയി. ഓപ്ഷൻ എ ആണോ കറക്റ്റ്, ഓപ്ഷൻ ബി ആണോ കറക്റ്റ് എന്നുള്ളത് അല്ലേ? പേടിക്കണ്ട, നമുക്ക് അവിടെ ഒരു മാജിക്കൽ വേർഡ് യൂസ് ചെയ്താൽ മതി. That particular word is because. നിങ്ങളൊന്ന് because എന്ന വേർഡ് ചേർത്ത് നോക്കിക്കേ മക്കളെ. Earth is the only planet in the solar system known to support life because Earth's position in the habitable zone allows liquid water to exit which is essential for life. Correct statement അല്ലേ? ആ assertion reason ആക്കുന്ന correct statement തന്നെയല്ലേ റീസണിൽ കൊടുത്തിരിക്കുന്നത്. Because ചേർക്കുമ്പോൾ if the because it add between these two sentences and if you got a meaningful sentence, നിങ്ങൾക്ക് ഒരു മീനിങ്ഫുൾ സെന്റൻസ് കിട്ടുകയാണ് ബിക്കോസ് ചേർക്കുമ്പോൾ കറക്റ്റ് റീസൺ ആണ് വരുന്നതെങ്കിൽ that will be of course it is a option A, right? Both assertion and reason are true and R is the correct explanation of A. Assertionum ശരിയാണ്, reasonum ശരിയാണ്, but R is the correct explanation of A. So option A will be the right answer. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ഇങ്ങനെ വേണം എപ്പോഴും എന്ത് ചെയ്യാൻ, അസേർഷൻ ആൻഡ് റീസണിങ്ങിനെ അപ്രോച്ച് ചെയ്ത് നോക്കാൻ. നമുക്ക് ഓപ്ഷൻ സിനെയും ഡിനെയും പെട്ടെന്ന് കിട്ടും. നമുക്ക് കൺഫ്യൂഷൻ ഏതിലാ വരാ, ഇഫ് ഇറ്റ് ഇസ് an ഓപ്ഷൻ എ ഓർ ഇഫ് ഇറ്റ് ഇസ് an ഓപ്ഷൻ ബി, റൈറ്റ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ബിക്കോസ് ചേർത്ത് നോക്കുക. If it becomes a meaningful sentence, it will be A. And if it has nothing to do with each other, there is no connection between each other, you have to choose option D. Clear alle? Now coming to question number 12. See, sexual reproduction leads to variation in offspring. അത് correct ആണോ മക്കളെ? Sexual reproduction leads to variation in offspring. For example, human beings ന് sexual reproduction ആണല്ലേ. Mother and father will make a baby. നമ്മൾ കറക്റ്റ് അമ്മയുടെ അച്ഛൻ്റെയും അതേ എക്സാക്ട് കോപ്പി ആണോ? ആണ് അല്ല അല്ലെ? വി ഹാവ് സം ഡിഫറൻസ്, നമ്മൾ അവരുടെ വേരിയന്റ് ആണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ലീഡ്സ് ടു വേരിയേഷൻ ഇൻ ഓഫ്സ്പ്രിംഗ്. ദാറ്റ് ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, റൈറ്റ്? Gametes from two parents, for example അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട്. സോ gametes from two parents അല്ലെ, രണ്ട് പാരന്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ യു ഹാവ് ടു കൺസിഡർ ദിസ് ആസ് മെയിൽ ആൻഡ് ദിസ് ആസ് ഫീമെയിൽ. ഓക്കെ, ഇവരുടെ gametes അല്ലേ എന്തൊക്കെയായിരുന്നു? sperm and egg. രണ്ട് gametes ഫ്യൂസ് ചെയ്ത് എന്താവുന്നു എന്നാ പറയുന്നത്? സൈഗോട്ട് വിത്ത് മിക്സഡ് ജനറ്റിക് മെറ്റീരിയൽ. രണ്ട് ഡിഫറെന്റ് gametes അല്ലേ മക്കളെ ഫ്യൂസ് ചെയ്തത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ത് വരും? കുറച്ച് മിക്സപ്പ് വരും അല്ലെ? അപ്പൊ പുതിയൊരു ന്യൂ വെറൈറ്റി ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ a correct statement, right? Gametes from two parents combined to form a zygote with mixed genetic material. അതും കറക്റ്റ് ആണല്ലേ? ഇപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആയി, ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ? എന്തിനാ ടെൻഷൻ? നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? വി ഹാവ് ടു യൂസ് ദ മാജിക്കൽ വേർഡ് ബിക്കോസ് അല്ലേ? ബിക്കോസ് ചേർത്താൽ മതി. ഒന്ന് നോക്കിക്കേ ബിക്കോസ് ചേർത്ത്. Sexual reproduction leads to variation in offspring because gametes from two parents combine to form a zygote with mixed genetic material. Correct alle? Gametes from two parents combine to form a zygote with mixed genetic material. So answer option A തന്നെയാണ്. See, because ചേർത്തപ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നു അല്ലേ? Both A and R are true and R is the correct explanation of A. Clear ആയില്ലേ മക്കൾക്ക്? Both A യും R ഉം true ആണ് and R is the correct explanation of A. Very very important. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, assertion and reasoning ഒന്ന് അപ്രോച്ച് ചെയ്യാൻ കേട്ടോ. Okay, coming to question number 30. Earth's atmosphere is essential for sustaining life. അത് കറക്റ്റ് ആണോ മക്കളെ? എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ഇല്ലാണ്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് വെരി എസെൻഷ്യൽ. അത് കറക്റ്റ് ആണല്ലേ? The atmosphere provides oxygen for respiration and protects life from harmful UV rays. Correct അല്ലേ? Because ചേർത്ത് നോക്കിക്കേ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നില്ലേ? എന്തുകൊണ്ട് എസെൻഷ്യൽ ആയത് atmosphere? Because atmosphere will provide us oxygen for respiration and protect us from harmful UV rays. So that is also option A. Both A and R are true and R is the correct explanation of A. Clear അല്ലേ? ഇപ്പൊ ഈസി അല്ലേ? കുറച്ചും കൂടെ assertion and reasoning എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. Oh, coming to question number 14. Earth's magnetic field protects life from harmful solar, wind and cosmic rays. That's the correct statement. Yeah. Because the magnetic field pushes many of these charged particles away from the Earth. Just use the word because. രണ്ടും correct ആണല്ലേ? പക്ഷെ because ചേർത്തപ്പോൾ നമുക്ക് correct അതിന്റെ reason കിട്ടി. So the answer will be option A. Both assertion and reason are true and R is the correct explanation of A. Very very important. Clear alle makkale? Namukku continue cheyyam. Coming to question number 50.
Venus, assertion, Venus is the hottest planet in the solar system. നമ്മൾ പഠിച്ചതല്ലേ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഒക്കെ ഒരുപാടുണ്ട്, തിക്കസ്റ്റ് അറ്റ്മോസ്ഫിയർ ആണ്. സോ അതുകൊണ്ട് അവരാണ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇല്ലേ. വീനസ് ഇസ് ക്ലോസസ്റ്റ് പ്ലാനറ്റ് ടു ദ സൺ. അതുകൊണ്ടാണ് വീനസ് ആണോ ക്ലോസസ്റ്റ് പ്ലാനറ്റ്? അല്ലല്ലേ. മെർക്കുറി ഇസ് ദ ക്ലോസസ്റ്റ് പ്ലാനറ്റ്. Okay, so this statement is wrong. So option C, A is true, R is false is the correct answer. Option A, option C ആണ് correct അല്ലേ. Assertion statement correct ആണ്, പക്ഷെ reason correct ആണോ? അല്ല അല്ലേ. Venus is closest planet to the sun. Wrong ആണ്. Mercury is the closest planet to the sun. So answer is A is true and R is false. Clear അല്ലേ? Okay. Coming to very short answer type questions. നമുക്ക് കുറച്ച് essay questions ഡിസ്കസ് ചെയ്യാം. ഇതിൽ വെരി ഷോർട്ട് ആൻസേഴ്സ് ആണ് കേട്ടോ. മേ ബി ഇതൊരു 2 മാർക്കിന് ചോദിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലേക്ക് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 16. Name 3 major global environmental challenges called the triple planetary crisis. നമ്മൾ ഇപ്പൊ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തതല്ലേ ഉള്ളൂ. എന്തായിരുന്നു മക്കളെ ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസ്? യെസ്, climate change, biodiversity loss, pollution. What are the triple planetary crisis of global or our earth? ഏതായിരുന്നു? Climate change, biodiversity loss and pollution. Very very important. Climate change, biodiversity loss and pollution are the triplet planetary crisis. Easy, right? എളുപ്പമായിരുന്നു. Coming to question number 17. Name 2 essential gases the atmosphere provides for life on earth. നമ്മുടെ എർത്തിൽ ലൈഫ് നിൽക്കണമെന്നുണ്ടെങ്കിൽ മേജർ 2 ഗ്യാസസ് വേണം. ഏതൊക്കെയാ? നമുക്കറിയാം അല്ലേ. ഓക്സിജൻ, നമുക്ക് ഓക്സിജൻ ഇല്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. ഓക്സിജൻ മാത്രം മതിയോ? ഫുഡ് വേണ്ടേ? ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ഫോട്ടോസിന്തസിസ് നടക്കണം ഇല്ലേ. ഫോട്ടോസിന്തസിസ് നടക്കണം എന്നുണ്ടെങ്കിൽ ഏത് ഗ്യാസ് വേണമായിരുന്നു? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ്. So oxygen for respiration and carbon dioxide for photosynthesis are 2 essential gases the atmosphere provides for life on earth. Clear alle? What are the 2 major gases dear? Oxygen and carbon dioxide. Very very important. Clear alle? Okay. Now coming to question number 18. What are the 4 layers of the earth's interior? Earth ന്റെ ഇന്റീരിയറിലെ 4 layers ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചേ? ഏതൊക്കെയായിരുന്നു? 4 layers ഉണ്ടല്ലേ. ഔട്ടർ ക്രസ്റ്റ്, മാന്റിൽ, ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ അല്ലേ. The 4 layers of earth's interior are crust, mantle, upper and lower mantle, outer core, inner core. Very very important. So what are the 4 layers of the earth's interior? The 4 layers of the earth's interior are crust, mantle, outer core and inner core. Clear alle? Okay. Coming to question number 19. What is tectonic plate? എന്തായിരുന്നു മക്കളെ tectonic plate എന്ന് വെച്ചാൽ? It is a large fragment of the earth's lithosphere. നമ്മുടെ earth lithosphere ന്റെ large fragment ആണ്. എന്താ ചെയ്യുക അവര്? That moves and float over the hot magma beneath. നമ്മുടെ magma, hot magmയുടെ ചുറ്റും ഇങ്ങനെ flow ചെയ്യുന്ന, it is a large fragment of earth's lithosphere. So what was tectonic plate again? It is a large planet of Earth's lithosphere that moves and floats over the hot magma beneath. So that is what we call it as tectonic plate. Very very important. That might be a question. Clear dear? Shall we continue? Okay. Coming to question number 20. How does Earth's atmosphere help regulate temperature? എങ്ങനെയാ മക്കളെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുക? നമുക്കറിയാം അല്ലേ. It traps just enough heat through greenhouse effect to keep temperature suitable for life. ഈ greenhouse effect ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്ത് ഒരു കോൾഡ് പ്ലാനറ്റ് ആയേനെ അല്ലേ. നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തത്ര രീതിയിൽ എന്തായിരുന്നേനെ? കോൾഡ് ആയിരുന്നേനെ. സോ നമുക്ക് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ എർത്തിനെ എന്ത് ചെയ്തത്? എർത്തിൽ ആ ഒരു ഹീറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. സോ ഹൗ ഡസ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് റെഗുലേറ്റ് ടെമ്പറേച്ചർ ഡിയേഴ്സ്? It will trap. The Earth's atmosphere will trap enough heat, not more heat. അങ്ങനെ more heat വരുമ്പോഴല്ലേ നമുക്ക് global warming ഉണ്ടാവുക. So enough heat through the greenhouse effect to keep the temperature suitable for life. Very very important. Okay. Now coming to the question number 21.
which type of reproduction produces identical offspring from the single parent? Single parent എന്ന് കണ്ടാലേ അതാരാ? അത് asexual reproduction ആണ് അല്ലേ? Only one parent is involved. അവരുടെ ഉണ്ടാവുന്ന കുട്ടികളെല്ലാം എന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും അല്ലെ? ഇപ്പൊ ഹൈഡ്ര ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും they are morphologically and genetically similar to each other. കാണാൻ ഒരുപോലെ ഇരിക്കും. നമുക്ക് അവരെ ഓക്കെ ഇതാണ് അമ്മ അമീബ അല്ലെങ്കിൽ ബേബി അമീബ എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. all will looks alike, right? എന്തുകൊണ്ടാ? ബിക്കോസ് അവർ ഒറ്റ പാരന്റിൽ നിന്നാ വന്നത്. നമ്മൾ അങ്ങനാണോ? നമ്മൾ കറക്റ്റ് അച്ഛന്റെയും അമ്മയുടെയും കോപ്പി ആണോ? അല്ല അല്ലെ? we look similar but not identical. നമ്മൾ ഐഡന്റിക്കൽ അല്ല. So that is the identical offspring from a single parent. That particular type of reproduction is called asexual reproduction. Clear, dears? Shall we continue? Okay. Coming to short type answers question, this might be a 3 mark or sub questions of one of the major long answer questions. Okay. Coming to question number 22. What is geodiversity? Why is it important? എന്താ മക്കളെ geodiversity എന്ന് വെച്ചാല് biodiversity നമുക്കറിയാലേ. The life, different forms of life നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? biodiversity എന്ന് വിളിക്കുന്നത്. എന്താ മക്കളെ അപ്പൊ geodiversity? Geo, it means variety of landforms, soil and rocks on earth, and it creates diverse habitats for different forms of life. What is geodiversity? It is a variety of landforms. Landforms ഉണ്ട്, soils ഉണ്ട്, rocks. എന്തിനാ? ഇവരാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡൈവേഴ്സ് ഹാബിറ്റാറ്റ്സ് കൊണ്ടുവരുന്നത് അല്ലേ? So what is geodiversity, dears? It is the variety of landforms, soils and rocks on earth. Clear? Why it is important? It creates diverse habitats for different forms of life. Okay. Coming to question number 23. How does Earth's geography contribute to its habitability? So how does Earth's geography contribute to its habitability, dears? എങ്ങനെയാണ് നമ്മുടെ എർത്തിന്റെ geography നമുക്ക് habitable ആയിട്ട് മാറിയത്? നോക്കാം നമുക്ക്. Earth's gravity is strong enough to hold its atmosphere. അല്ലേ? നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ഹോൾഡ് ചെയ്യത്തക്ക അത്ര എന്തുണ്ട്? ആ ഒരു ഗ്രാവിറ്റി നമുക്കുണ്ട്. Preventing gases escaping into the space unlike Mars. അതുകൊണ്ടാണ് എന്താവാത്തത്? ഗ്യാസസ് ഒന്നും സ്പേസിലേക്ക് എന്താവാത്തത്? എസ്കേപ്പ് ആകാത്തത്. It is not too strong. അങ്ങനെ ഒരുപാട് സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓർഗാനിസംസ് എല്ലാം ക്രഷ് ആയി പോയേനെ അല്ലേ? It is not too strong to crush organisms unlike a large planet, ensuring a balanced environment for life with oxygen and protection. അല്ലേ? മെയിൻ ആയിട്ടും ഗ്രാവിറ്റി ആണ്. ഗ്രാവിറ്റി ഒരുപാട് സ്ട്രോങ്ങും അല്ല എന്നാൽ അത്ര വീക്കും അല്ലാത്ത രീതിയിലാണ് നമ്മുടെ എർത്തിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ? ഒരുപാട് സ്ട്രോങ് ആയിരുന്നെങ്കിൽ എന്താ പ്രശ്നം? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ക്രഷായി പോയനെ ഇല്ലേ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റുമോ? അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഓൾവേസ് ടുവേർഡ്സ് സെന്റർ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരുപാട് വീക്ക് ആണെങ്കിൽ എന്താ പ്രശ്നം? ഗ്യാസസ് എല്ലാം വെളിയിലോട്ട് പോയേനെ അല്ലെ? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും എല്ലാം ഇറ്റ് വിൽ ബി എസ്കേപ്പിംഗ് ടു സ്പേസ്, റൈറ്റ്? So Earth's gravity is strong enough to hold its atmosphere, preventing gases from escaping into space. It is not too strong to crush organisms unlike a larger planet, ensuring a balanced environment for life with the oxygen and protection. Clear alle? Okay. Now coming to question number 24. Differentiate between asexual and the sexual reproduction in terms of offspring variation. അവർ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓഫ്സ്പ്രിങ്ങിന്റെ വേരിയേഷനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? എന്താ മക്കളെ asexual reproduction? നമ്മൾ പഠിച്ചു അല്ലേ? ഐഡന്റിക്കൽ ആണ്. ഐഡന്റിക്കൽ ടു ദ സിംഗിൾ പാരന്റ് വിത്ത് നോ വേരിയേഷൻ. നമ്മൾ പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളവരല്ലേ? എന്തൊക്കെയായിരുന്നു? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ റോസ് കട്ടിങ്, നമ്മുടെ സ്റ്റെമ്മ് മുറിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രീവിയസ് പാരന്റ് തന്നെയായിരിക്കും ആ റോസ് പ്ലാന്റും, ഇല്ലേ? പക്ഷെ പോളിനേഷൻ നടന്ന അങ്ങനെയാണോ? വെറൈറ്റീസ് വരും അല്ലെ? വേരിയൻസ് വരും. So asexual reproduction will produce identical offspring. They are identical to the single parent. But when it comes to sexual offspring, sexual reproduction, അവർക്ക് രണ്ട് പാരന്റ്സ് ഉണ്ട് അല്ലെ? മെയിൽ പാരന്റും ഉണ്ട്, ഫീമെയിൽ പാരന്റും ഉണ്ട്. Involves two parents combining gametes. അവർക്ക് രണ്ട് ഡിഫറെന്റ് gametes ആണ് അല്ലെ? സ്പേമും എഗ്ഗും. To create offspring with mixed genetic traits leading to variation. അതുകൊണ്ട് തന്നെ രണ്ട് ഡിഫറെന്റ് ഓർഗാനിസംസ് മേറ്റ് ചെയ്തുണ്ടാവുന്നതാ. അതുകൊണ്ട് തന്നെ എന്ത് വരും? വേരിയേഷൻസ് വരും അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഏകദേശം ഒരുപോലെ ആണെങ്കിലും
കറക്റ്റ് എന്താണ് ഒരു ഐഡന്റിക്കൽ കോപ്പി ആണോ നമ്മൾ? അല്ലല്ലേ. ഇറ്റ് വിൽ ലീഡ്സ് ടു വേരിയേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 25. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി ലോസ് ആൻഡ് വൈ ഇറ്റ് ഇസ് എ കൺസേൺ? എന്താ മക്കളെ ബയോഡൈവേഴ്സിറ്റി ലോസ് ആൻഡ് വൈ ഇറ്റ് ഇസ് എ കൺസേൺ ഫോർ us? നമുക്കറിയാം അല്ലെ, ഇറ്റ് ഇസ് ദ എക്സ്റ്റിങ്ഷൻ. ബയോഡൈവേഴ്സിറ്റി ലോസ് മീൻസ് ദ എക്സ്റ്റിങ്ഷൻ or reduction of species due to habitat destruction and disrupting ecosystems. നമ്മൾ പഠിച്ചതല്ലേ, ഒരുപാട് ഓർഗാനിസംസ് നമ്മുടെ എർത്ത് ഒട്ടും ഹാബിറ്റബിൾ അല്ലാതുകൊണ്ട് എക്സ്റ്റിങ്ക്ട് ആയി പോയിട്ടുണ്ട് ഇല്ലേ? അതാണ് ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ കൺസേൺ ബിക്കോസ് ഈച്ച് സ്പീഷീസ് പ്ലേ എ റോൾ. എല്ലാ സ്പീഷീസിനും അതിൻ്റെതായിട്ടുള്ള റോൾ ഉണ്ട് അല്ലേ? ആൻഡ് their loss weakens natural ability to support life. ഒരാളില്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ബാക്കിയുള്ളവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ എർത്ത് കുറച്ച് എന്താവും? ഡിസ്ട്രപ്റ്റ് ആവും ഇല്ലേ? So that is what we call it as biodiversity loss. So it is the extinction or reduction of species due to habitat destruction disrupting ecosystem. It is a concern because each species play a role and their loss weakens nature's ability to support life. Am I clear? Okay. Now coming to question number 26. Mention two harmful effects of burning fossil fuels. നമ്മുടെ fossil fuels burn ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? It will release more greenhouse gases അല്ലേ? നമ്മുടെ more greenhouse gases like carbon dioxide, methane, water vapor ഇതെല്ലാം ഒരുപാട് റിലീസ് ആവും. And it will eventually causes global warming. Very very important about global warming. എന്താ മക്കളെ ഗ്ലോബൽ വാർമിംഗ്? നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യുന്നുണ്ട്? എർത്തിന് ഒരു പെർട്ടിക്കുലർ അളവ് വരെ വാം ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അത് ശരിയാ. ബട്ട് ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയാലോ എല്ലാ ഹീറ്റിനെയും ഇവർ ട്രാപ്പ് ചെയ്ത് വെക്കും അല്ലെ? അങ്ങനെ എല്ലാ ഹീറ്റിനെയും ട്രാപ്പ് ചെയ്ത് വെച്ച പ്രശ്നം എന്താ? ഗ്ലോബ്, എർത്ത് ഇസ് കൺസിഡർഡ് ആസ് എ ഗ്ലോബ്, റൈറ്റ്? അത് കുറച്ച് വാം ആകും എന്ന് ആലോചിച്ചാൽ മതി. ഇറ്റ് വിൽ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കൂട്ടും. ആൻഡ് പ്രൊഡ്യൂസസ് എയർ പൊല്യൂട്ടൻസ്, എയർ പൊല്യൂട്ടൻസിനെ ഉണ്ടാക്കും, leading to health problems, acid rain and environmental damage. So fossil fuels burn ചെയ്താൽ നമുക്ക് allow ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? Burning fossil fuels release greenhouse gases causing global warming and produces air pollutants leading to health problems, acid rain and environmental damage. Very very important. Clear? നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വന്നാലോ? Coming to long answers type questions. ഈ ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. 3 മാർക്കിനൊക്കെ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. Coming to question number 27. Describe the role of greenhouse effect. Describe the role of greenhouse effect in maintaining the temperature of. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതല്ലേ ഉള്ളൂ. നോക്കാം നമുക്ക്. Greenhouse effect is caused by gases like carbon dioxide, methane and water vapor. ഇത് മറന്നു പോകരുത്. What are the examples of greenhouse gases here? Carbon dioxide, methane and water vapor. ഇവരുടെ ജോലി എന്താ? It will trap heat radiated from the earth surface. നമ്മുടെ എർത്തിൽ നിന്ന് റേഡിയേറ്റ് ആയി പോകുന്ന ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് വെക്കും, കുറച്ചൊക്കെ ട്രാപ്പ് ചെയ്ത് വെക്കും അല്ലേ? This prevent planets from becoming too cold. നമ്മുടെ എർത്ത് ഒട്ടും അങ്ങ് കോൾഡ് ആവാണ്ടിരിക്കാൻ ഇത് കൂടിയേ തീരൂ നമുക്ക്. Without this effect, Earth would lose heat to space, make it uninhabitable. നമുക്കിപ്പോൾ പോയി ഫോർ എക്സാമ്പിൾ അന്റാർട്ടിക്കയിലൊക്കെ പോയാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? അവിടെ പോലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പം എർത്ത് ഹീറ്റ് ട്രാപ്പ് ചെയ്തില്ലെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇറ്റ് വിൽ ബിക്കം ടു കോൾഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം ഇൻഹാബിറ്റബിൾ for other organisms to survive, right? So a mild greenhouse effect keep water in liquid form and maintains temperature suitable for life. ഒരുപാട് കോൾഡ് ആയാലുള്ള പ്രശ്നം എന്താ? നമുക്ക് കുടിക്കാൻ വെള്ളം വേണം ഇല്ലേ? അത് ഒരുപാട് ഐസായി പോവില്ലേ? If the temperature is too low in such a way that all the water will becomes ice, നമുക്ക് കുടിക്കാൻ വെള്ളം കാണുമോ? വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? However, excessive greenhouse gases, ഇതാണ് important. Excessive greenhouse causes global warming, leading to climate change. So what are the roles of greenhouse effect in maintaining the temperature of the earth? Yes, the greenhouse effect is caused by gases like carbon dioxide, methane and water vapor in the atmosphere that trap heat radiated from the earth's surface. This prevents the planet from becoming too cold. Without this effect, Earth would lose heat to space, making it uninhabitable. A mild greenhouse effect keeps water in liquid form
and maintains temperature suitable for our life. However, excessive greenhouse gases causes global warming, leading to climate change. Clear alle makkale? Very very important this ചോദിക്കും കേട്ടോ. Okay. Now coming to question number 28. Explain why Earth is called a unique planet. എന്തുകൊണ്ടാണ് മക്കളെ എർത്ത് ഒരു യൂണീക് പ്ലാനറ്റ് ആണെന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലേ, എർത്ത് ഇസ് ദ only planet that supports life. നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരൊറ്റ പ്ലാനറ്റേ ഉള്ളൂ. ദാറ്റ് ഇസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് എർത്ത്, നമ്മുടെ എർത്ത് അല്ലേ. ഇറ്റ് ലൈസ് ഇൻ ദ ഹാബിറ്റബിൾ സോൺ ഓഫ് സൺ. സണ്ണിന്റെ ഹാബിറ്റബിൾ സോണിലാണ് നമ്മുടെ എർത്ത് ഉള്ളത് അല്ലേ. വേർ വാട്ടർ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് ഫോം. ഇവിടെ മാത്രമേ ഉള്ളൂ വാട്ടർ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് ഫോം. Its atmosphere contains oxygen for respiration and ozone layer that protects life from harmful UV rays. നമുക്കുണ്ടല്ലേ അത്, ഓക്സിജനും തരും, നമ്മുടെ harmful ultraviolet radiation നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഓസോൺ ലെയറും ഉണ്ട്. And the right size of Earth allows it to hold an atmosphere, and its magnetic field protects it from solar, wind and cosmic rays. Together, these factors makes the Earth sustaining planet unlike any other in the solar system. നമുക്ക് എന്തൊക്കെയുണ്ട്? നമുക്ക് ഓക്സിജൻ ഉണ്ട്, വാട്ടർ ഇൻ ലിക്വിഡ് ഫോം ഉണ്ട്, ozone layer will protect the harmful ultraviolet radiations from the sun, magnetic field will protect us from solar, wind and cosmic rays. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ എർത്ത് എന്തായിട്ട് മാറിയത്, ഒരു യൂണീക് പ്ലാനറ്റ് ആയിട്ട് മാറിയത് അല്ലേ. വെരി വെരി ഇമ്പോർട്ടന്റ്, ഇതെല്ലാം ചോദിക്കാവുന്ന ക്വസ്റ്റൻ ആണ്. ഈ സെന്റൻസ് ഇസ് എ ക്വസ്റ്റൻ. So ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. Why Earth is called a unique planet in the solar system. Okay. Now coming to the question number 29. Explain how air, water and sunlight together help sustaining life on Earth. എങ്ങനെയാ മക്കളെ നമ്മുടെ എയർ, വാട്ടർ, സൺലൈറ്റ്, there are three major components to sustain our life അല്ലേ. നോക്കാം നമുക്ക്. എയറിൽ എന്താ ഉള്ളത്? Air will provide oxygen for respiration and carbon dioxide for photosynthesis. അറിയാം അല്ലേ നമുക്ക്. എയർ ആണ് നമുക്ക് എന്തൊക്കെ തരുന്നത്? റെസ്പിറേഷന് വേണ്ടിയിട്ട് ഓക്സിജനും തരും, ഫോട്ടോസിന്തസിസിന് വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡും തരും. വാട്ടർ എന്താണ്? വാട്ടർ കവേഴ്സ് 70% ഓഫ് അത്. അതുകൊണ്ടല്ലേ നമ്മുടെ എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ മെറ്റബോളിക് ആക്ടിവിറ്റീസ്. എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിനും വാട്ടർ വേണം അല്ലെ. ന്യൂട്രിയൻ ട്രാൻസ്പോർട്ട്, റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ, ഇതിനെല്ലാം ആര് വേണം? നമുക്ക് വാട്ടർ ഉണ്ടായാലേ പറ്റുള്ളൂ. മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ന്യൂട്രിയൻ ട്രാൻസ്പോർട്ട്, റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ, ഇതിനെല്ലാം എന്ത് വേണം? നമുക്ക് വാട്ടർ എന്ന് പറയുന്ന കമ്പോണന്റ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സൺലൈറ്റോ? സൺലൈറ്റ് ഇസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ഇല്ലേ. സൺലൈറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് ഇല്ല നമുക്ക്. So it will provide energy for photosynthesis in plants driving the food chain. So it is the ultimate source of energy. It is like the ultimate source of energy. Very very important. Clear dear? Shall we continue? So ഇവര് മൂന്ന് പേരും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എർത്തിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലിയർ അല്ലേ മക്കളെ? Okay. See these three are independent when plants make food using sunlight, water and carbon dioxide. Interdependent, not independent, interdependent. ഇവർ interdependent ആണല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Releasing oxygen for other organisms. This balance maintains life on Earth. Very very important. So എങ്ങനെയാണ് നമ്മുടെ എയർ, വാട്ടർ, സൺലൈറ്റ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. Okay, now coming to question number 30. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. 5 മാർക്കിന് ചോദിച്ചേക്കുന്നത് കണ്ടോ. How do human activities contribute to triple planetary crisis? എങ്ങനെയാ ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി ലോസ്, പൊല്യൂഷൻ ഇല്ലേ. ഇവര് മൂന്നുപേരും ഉണ്ടാവാനുള്ള മേജർ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാ മക്കളെ മേജർ റീസൺസ്? ക്ലൈമറ്റ് ചേഞ്ച് വരാനുള്ള മേജർ റീസൺസ് എന്തൊക്കെയാ? burning fossil fuels that release carbon dioxide and methane causing global warming ഇല്ലേ. burning fossil fuels burn ചെയ്യുമ്പോഴത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ഒക്കെ ഉണ്ടായിട്ട് ഗ്ലോബൽ വാർമിംഗ് വരും അല്ലെ. ഗ്ലോബൽ വാർമിംഗ് വന്നാൽ എന്ത് പറ്റും? അതുപോലെ ഡീഫോറസ്റ്റേഷൻ ഓൾസോ റെഡ്യൂസസ് കാർബൺ അബ്സോർപ്ഷൻ അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താ? ക്ലൈമറ്റ് മാറില്ലേ, നമ്മുടെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടിയില്ലേ. സോ ക്ലൈമറ്റ് ചേഞ്ച് ഇസ് വൺ ഓഫ് ദ റീസൺ. Then biodiversity loss. നമ്മൾ എന്ത് ചെയ്യും? ഫോറസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്യും അല്ലെ. For what? For destroying habitats. അർബനൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫോറസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അല്ലെ. ഓവർ ഫിഷിംഗ്, ഇതെല്ലാം എന്തിന് റീസൺ ആവും? ബയോഡൈവേഴ്സിറ്റി ലോസിന് റീസൺ ആവും അല്ലെ. അങ്ങനെയാണെങ്കിൽ പൊല്യൂഷനോ? എങ്ങനെയാ മക്കളെ പൊല്യൂഷൻ ഉണ്ടാവുക?
Plastic waste pollutes ocean, harming aquatic life. Factory emissions causes air pollution and acid rain. നമ്മൾ തന്നെ ചെയ്യുന്ന പ്രശ്നങ്ങളാണ് അല്ലേ? ഫാക്ടറിയിൽ നിന്ന് നല്ല പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസ് വെളിയിൽ വരും, ഇല്ലെങ്കിൽ നമ്മൾ വാട്ടർ നമ്മുടെ ഓഷ്യൻസിനെ പോയി ഡിപ്ലീറ്റ് ചെയ്യും. അപ്പോഴൊക്കെ എന്താ പ്രശ്നം വരിക? വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ഇതെല്ലാം ഉണ്ടാവുകയാണ് അല്ലേ? സോ ഓൾ ദീസ് വിൽ കോൺട്രിബ്യൂട്ട് ടു ദ ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസ്, വിച്ച് ഇസ് ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി ലോസ് ആൻഡ് പൊല്യൂഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ. Suppose Earth lost its atmosphere completely. You have to just imagine, നമുക്കിപ്പോൾ എന്തില്ല? അറ്റ്മോസ്ഫിയർ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മേജർ 3 കോൺസിക്വൻസസ് എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് വരാൻ പോകുന്ന മേജർ കോൺസിക്വൻസസ് എന്തായിരിക്കും മക്കളെ? അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടോ? ഇല്ല അല്ലെ? ലോസ് ഓഫ് ഓക്സിജൻ. ലിവിങ് ഓർഗാനിസത്തിനോട് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഓക്സിജൻ ഇല്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല. നോ പ്രൊട്ടക്ഷൻ ഫ്രം റേഡിയേഷൻ. ഇല്ലേ? അറ്റ്മോസ്ഫിയർ ഇല്ല, സ്ട്രാറ്റോസ്ഫിയർ ഇല്ല, അങ്ങനെയെങ്കിൽ ആരില്ല? ഓസോൺ ലെയർ ഇല്ല. ഹാംഫുൾ യു വി റേസ് എല്ലാം എങ്ങോട്ടേക്ക് വരും? നമ്മുടെ എർത്തിലേക്ക് വരും. നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? സോ നോ പ്രൊട്ടക്ഷൻ ഫ്രം റേഡിയേഷൻ. ടെമ്പറേച്ചർ എക്സ്ട്രീംസ്, ഹീറ്റ് വരും അല്ലേ? ഹീറ്റ് വുഡ് എസ്കേപ്പ് ഇൻ ടു സ്പേസ്, മേക്കിംഗ് എർത്ത് ടു കോൾഡ്, while during daytime it will be extremely hot. നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഒന്നുകിൽ ഹൈ ടെമ്പറേച്ചർ വരും നമുക്ക്, ഇല്ലെങ്കിൽ വെരി ടു ലോ ടെമ്പറേച്ചർ വരും. രണ്ടും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ലോസ് ഓഫ് ഓക്സിജൻ, no protection from radiation, and temperature extremes are the major consequences if Earth atmosphere is completely lost. Clear? Clear alle makku? Okay. Coming to question number 32. How does reproduction ensure both continuity and variation of life on Earth? എങ്ങനെ മക്കളെ റീപ്രൊഡക്ഷൻ മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാ? അല്ലേ? നമുക്ക് കണ്ടിന്യൂറ്റി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എല്ലാ ലിവിങ്, ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ് ഇപ്പൊ വിചാരിക്കുകയാണ് ഇനി മുതൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ആ സ്പീഷീസ് അവിടെ നിന്ന് പോവല്ലേ ചെയ്യുക. സോ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി അല്ലേ, across generations. So reproduction allows species to survive across generation. For example, cow give birth to calves, ensuring that the kind continues. അവരുടെ particular kind continue ചെയ്യണം അല്ലേ? It will also lead to variation, especially ആരാ? Sexual reproduction. So sexual reproduction എന്ത് ചെയ്യും? It will mixes genes from two parents, producing offspring with new traits like height or eye color. നമ്മുടെ different colors, different patterns ഒക്കെ വരുന്നതിന് റീസൺ എന്താ? Because variations നടക്കുന്നുണ്ടാണ് അല്ലേ? എവല്യൂഷണറി അഡ്വാൻറ്റേജ് വരാറില്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ ആസ് ദ എവല്യൂഷൻ കണ്ടിന്യൂസ് നമ്മൾ കുറച്ചും കൂടെ അഡാപ്റ്റ് ആവുകയാണ്. ഫോർ എക്സാമ്പിൾ ക്യാമൽസിന് ഹംസ് കൊടുത്തിട്ടില്ലേ ഡെസേർട്ടിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇതെല്ലാം എവല്യൂഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. സോ വേരിയേഷൻ അലോസ് ഓർഗാനിസംസ് ടു അഡോപ്റ്റ് ടു ചേഞ്ചിങ് എൻവയോൺമെന്റ്. സോ എങ്ങനെയൊക്കെയാണ്? maintain continuity, maintain variation, and it will also have evolutionary advantages because it will help to survive in what extreme harmful conditions. We will adapt to overcome the harmful conditions. നമുക്ക് വേണ്ടാത്ത കണ്ടീഷൻസിനെല്ലാം ഓവർകം ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യും? റീപ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Okay. Discuss 3 major international efforts taken to protect Earth's environment. നമ്മൾ കുറച്ച് പഠിച്ചതല്ലേ, എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്താലോ? മോൺട്രിയൽ പ്രോട്ടോകോൾ. എന്തായിരുന്നു മക്കളെ മോൺട്രിയൽ പ്രോട്ടോകോൾ? 1987 വന്നത് അല്ലേ? ഇറ്റ് വിൽ എയിം ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് CFCs. എന്താ മക്കളെ CFC ഓർമ്മയുണ്ടോ? ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലേ? ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ത് ചെയ്യും? റെഡ്യൂസ്. ഇവരല്ലേ നമ്മുടെ ഓസോൺ ലെയറിൽ ഹോൾസ് ഉണ്ടാക്കുന്നത്. സോ ഇവരുടെ റിഡക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് എന്തിന്റെ ജോലി, എന്തിന്റെ എയിം ആയിട്ട് വന്നത്? മോൺട്രിയൽ പ്രോട്ടോകോൾ. എർത്ത് സമ്മിറ്റിന്റെ എയിം എന്തായിരുന്നു 1992 യെസ്, ഗ്ലോബൽ കോപ്പറേഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ഇഷ്യൂസ് അല്ലേ? ക്ലൈമറ്റ് ഇഷ്യൂസിലും ബയോഡൈവേഴ്സിറ്റിയിലും ഒക്കെ ഗ്ലോബൽ എർത്തിലുള്ള എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എർത്ത് സമ്മിറ്റ്. Then പാരീസ് അഗ്രിമെന്റ് നമ്മൾ പഠിച്ചതല്ലേ? നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ 1.5 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാക്കി കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. Committed countries to reduce greenhouse gases emissions and limit global warming to 1.5 degrees Celsius. So ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറെന്റ് ഇന്റർനാഷണൽ എഫേർട്സ് ടു പ്രൊട്ടക്ട് അവർ എർത്ത് എൻവയോൺമെന്റ്. മോൺട്രിയൽ പ്രോട്ടോകോൾ, എർത്ത് സമ്മിറ്റ് ആൻഡ് പാരീസ് അഗ്രിമെന്റ്. I hope that is clear. Now coming to the last session of our discussion class, with this case study based question. Important ആണല്ലേ മക്കളെ case study based. നമുക്കൊരു പാരഗ്രാഫ് തരും, മേ ബി അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഓർ അൺറിലേറ്റഡ് ടു ദ പാസേജ് ആയിരിക്കാം. നോക്കാം നമുക്ക്. ഇൻ എ വില്ലേജ് ലാർജ് ഏരിയാസ് ഓഫ് ഫോറസ്റ്റ് വെയർ കട്ട് ടു ബിൽഡ് റോഡ്സ് ആൻഡ് ഫാക്ടറീസ്. അപ്പൊ അവിടെ എന്താ നടക്കുകയാണ്? ഡീഫോറസ്റ്റേഷൻ നടക്കുകയാണ്.
Soon rainfall became irregular, soil erosion increased, wild animals started disappearing. Scientists explained that air, water, and soil and living organisms are interconnected. And disturbance in one part affects the entire system. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ, ഒരു വില്ലേജിൽ ലാർജ് എമൗണ്ട് ഓഫ് ട്രീസ് കട്ട് ചെയ്ത് കളയുകയാണ്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി? റെയിൻഫോൾ കുറഞ്ഞു, സോയിൽ ഇറോഷൻ വന്നു, വൈൽഡ് ആനിമൽസിനെ കുറച്ച് പേര് ഡിസപ്പിയർ ആവാൻ തുടങ്ങി, അതുപോലെ പൊല്യൂട്ടഡ് ആവാൻ തുടങ്ങി അല്ലെ. അപ്പൊ സയന്റിസ്റ്റ് എന്താ പറഞ്ഞത്? ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്, എയർ, വാട്ടർ, സോയിൽ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണെന്നുള്ളത് സയന്റിസ്റ്റ് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കേ. വിച്ച് ക്രൈസിസ് ഇൻ ദി സിറ്റുവേഷൻ ആർ എക്സാമ്പിൾ ഫോർ? എന്താ മക്കളെ ഇവിടെ ചേഞ്ച് ആയത്? ക്ലൈമറ്റ് ചേഞ്ച് ആയി ഇല്ലേ? സോ വാട്ട് ഇസ് ദ ആൻസർ? Climate change. It is an example of climate change and biodiversity loss. അവിടെ എന്ത് പറ്റി? ആനിമൽസ് ഡിസപ്പിയർ ആയി നമ്മൾ പറഞ്ഞു അല്ലെ. സോ ബയോഡൈവേഴ്സിറ്റി ലോസ് അല്ലേ. സോ ഇറ്റ് ഇസ് an example for climate change and biodiversity loss caused by human activities such as deforestation and industrialization. ഡീഫോറസ്റ്റേഷനും ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ വന്നതുകൊണ്ട് എന്ത് പറ്റി? ക്ലൈമറ്റും ചേഞ്ച് ആയി, ബയോഡൈവേഴ്സിറ്റി ലോസും ആയി അല്ലേ. നമ്മുടെ ട്രിപ്ലറ്റിൽ വരുന്നതല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഹൗ ഡസ് ഡീഫോറസ്റ്റേഷൻ അഫക്ട് റെയിൻഫോൾ ആൻഡ് സോയിൽ? എങ്ങനെയാ മക്കളെ ഈ ഡീഫോറസ്റ്റേഷൻ നമ്മുടെ റെയിൻഫോളിനെയും സോയിലിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്നത്? നമുക്കറിയാം, ഡീഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താ? ട്രീസിനെ കട്ട് ചെയ്യുകയാണ്. ഫ്യൂവർ ട്രീസ് റെഡ്യൂസ് ദ റിലീസ് ഓഫ് വാട്ടർ വേപ്പർ അല്ലെ. വാട്ടർ വേപ്പർ വെളി പോകുന്നത് തടയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഴ ഉണ്ടാവോ, റെയിൻഫോൾ ഉണ്ടാവോ? ലീഡിങ് ടു ഇറഗുലർ ഓർ റെഡ്യൂസ്ഡ് റെയിൻഫോൾ. ഇങ്ങനെയാണെങ്കിൽ സോയിലിനെ എങ്ങനെയാ ഇവർ എഫക്ട് ചെയ്യുക? റൂട്ട്സ് ഓഫ് ട്രീസ് ബൈൻഡ് ടു സോയിൽ അല്ലെ. അവർ സോയിലുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് ട്രീസ് നിൽക്കുന്നത്. ഫോറസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞ പ്രശ്നം എന്താ? മണ്ണൊലിപ്പ് എന്ന് പറയും അല്ലെ. സോയിൽ ഇറോഷൻ വരും അല്ലെ. Soil, the top layer of fertile soil will be eroded in such a way that fertility will be reduced. So soil erosion will increase and it will reduce fertility. Very, very important. So how will affect rainfall? Water vapor illa, അതുകൊണ്ട് തന്നെ rainfall കുറഞ്ഞു. നമ്മുടെ സോയിലിനെ എങ്ങനെ എഫക്ട് ചെയ്യുക? ഫോറസ്റ്റ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും റൂട്ട്സ് ആണ് ഇവരെ പിടിച്ചു നിർത്തുന്നത് അല്ലെ. അപ്പൊ ടോപ്പ് ലെയർ, ഇപ്പൊ റൂട്ട്സ് ഇല്ലെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ? ടോപ്പ് ലെയറിന്റെ ഫെർട്ടിലിറ്റി മൊത്തം ഒലിച്ചു പോവുകയാണ് ചെയ്യുക. So it will causes increase in soil erosion and reduces fertility. I hope that is clear. Now question number 3 നോക്കിക്കേ മക്കളെ. Why is biodiversity loss dangerous to ecosystem? എന്തുകൊണ്ടാ biodiversity loss dangerous ആ? Each species, ഓരോ സ്പീഷീസിനും പോവാണ്. ഹെർബിവോർസ് പോയി കഴിഞ്ഞാൽ അവരുടെ പ്രെഡേറ്റേഴ്സ് എന്താവും? പ്രെഡേറ്റേഴ്സിന് ഫുഡില്ല. പ്രെഡേറ്റേഴ്സിന് ഫുഡില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇവൻച്വലി ഓൾ ദ അതർ സസ്റ്റൈനിങ് ഓർഗാനിസംസ് വിൽ ഡിസപ്പിയർ ഇല്ലേ. So each species has a role in food chain. If plants or herbivores disappear, predators lose food, disrupting ecosystem and weakening nature's balance അല്ലേ. സോ ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് പോയാൽ തന്നെ ബാക്കിയുള്ളവർ അത് കാര്യമായിട്ട് എഫക്ട് ചെയ്യും. ഓക്കെ, suggest 2 ways the village can restore balance in its environment. ഓൾറെഡി ആ വില്ലേജിൽ മൊത്തം ഫോറസ്റ്റിനെ നശിപ്പിച്ചേക്കാം. എങ്ങനെ നമുക്ക് അവരെ ബാലൻസിൽ കൊണ്ടുവരാം മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്ലാന്റിംഗ് ട്രീസ് അല്ലെ, നമുക്ക് റീഫോറസ്റ്റ് ചെയ്യാം. Planting trees and protecting forests to restore rainfall patterns and use eco-friendly development methods such as sustainable farming, waste management, renewable energy. So ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പയ്യെ പയ്യെ വില്ലേജിനെ തിരിച്ചു കൊണ്ടുവരാം അല്ലെ. കേരളല്ലേ പ്ലാന്റിംഗ് ട്രീസ്, പ്രൊട്ടക്ടിങ് ഫോറസ്റ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ പയ്യെ പയ്യെ ചെയ്യുമ്പോഴത്തേക്കും ഇവഞ്ച്വലി റെയിൻഫോൾ വരും. എന്ത് പറ്റും? നമുക്ക് പഴയ പോലെ ആ ഒരു വില്ലേജ് നമുക്ക് ഇപ്പോഴും ചെയ്യാം, നമ്മുടെ എർത്തിനെ ഇപ്പോഴും ചെയ്യാം അല്ലെ. സോ ദാറ്റ് ഇസ് ദ മേജർ സ്റ്റെപ്സ് വി ഹാവ് ടു ഫോക്കസ് ഓൺ. Clear അല്ലേ? Now coming to the last case study question. See, a science teacher explained that life continues on earth because of reproduction. ശരിയാണ് അല്ലെ. ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? റീപ്രൊഡക്ഷൻ എന്നൊരൊറ്റ പ്രോസസ് ഉള്ളതുകൊണ്ടാണ്. In asexual reproduction, offsprings are exact copies of parents. ശരിയല്ലേ മക്കളെ? ഹൈഡ്ര, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ പൊട്ടേറ്റോ, ഇതിനകത്തെല്ലാം exact copies of parents ആണ് ഉണ്ടാവുന്നത്. Because it takes place only by means of a single parent. ഇല്ലേ? Asexual reproduction എങ്ങനെയായിരുന്നു? Gametes form 2 parents combining leading to variation. അല്ലേ? So these variations sometimes help organisms to adapt better. Like camels developing humps for desert survival. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഫൈൻ റീപ്രൊഡക്ഷൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. മക്കളൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കിക്കേ റീപ്രൊഡക്ഷന്റെ ഡെഫിനിഷൻ. എളുപ്പമല്ലേ? നമ്മൾ ഫസ്റ്റ് പഠിച്ചത് അത് തന്നെയല്ലേ.
Reproduction is the biological process in which living organisms produce new individuals of the same kind. The process by which parents give birth to new individual of their same kind is called reproduction. What is the major difference between asexual and sexual reproduction, dears? Asexual reproduction involves only one parent, identical to itself. That is what asexual reproduction. In the sexual reproduction, it involves two parents and offspring show variation. The offsprings definitely will show variation. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Why are variations important for the survival of species? ഇപ്പൊ നമ്മൾ ക്യാമലിന്റെ എക്സാമ്പിൾ പറഞ്ഞതല്ലേ, വേരിയേഷൻസ് എങ്ങനെയാ മക്കളെ ഇമ്പോർട്ടന്റ് ആവുന്നത്, എങ്ങനെയാ ഇമ്പോർട്ടന്റ് ആവുന്നത് നോക്കാം. See, variation helps organisms to adapt in changing environment. It will resist disease and survive in new conditions. Over time, these leads to evolution of new species. നമ്മളും അങ്ങനെയല്ലേ ഉണ്ടായത്, നമ്മൾ കുരങ്ങന്മാരിൽ നിന്നാണ് ഉണ്ടായത് അല്ലേ, ഫ്രം monkeys we from apes we evolved to human അല്ലേ, പെട്ടെന്ന് ഉണ്ടായതാണോ? It will take time. So as the result of sexual reproduction, variations takes place and it will eventually lead to the formation of new species. Okay. Coming to question number D. Give one example for sexual reproduction and asexual reproduction. നമ്മൾ പഠിച്ചതല്ലേ മക്കളെ, asexual reproduction example എന്ത് പറയാം? Vegetative propagation in potato, budding in hydra അല്ലേ, budding in hydra ഇതെല്ലാം ഏതിന്റെ എക്സാമ്പിൾ ആണ്? asexual reproduction എക്സാമ്പിൾ ആണ്. Fertilization in human beings എന്തായിരുന്നു മക്കളെ? fertilization, fusion of male and female gametes അല്ലേ, fusion of male and female gametes to form zygote is called fertilization. So we are sexually reproducing offspring. So that is the examples for sexual reproduction. So അത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. ഐ ഹോപ്പ് ഈ 35 ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിയർ ആണെന്ന് മാം വിചാരിക്കുകയാണ്. സോ വരുന്ന എക്സാംസിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. So that's all about today. Thank you so much and until or unless we'll meet in the next class. Thank you. Bye.